ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുല്ലപ്പൂ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, പക്ഷെ ചൂടാറില്ല. അത്യാവശ്യം വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളിലൊക്കെ മാത്രമേ ചൂടാറുള്ളൂ കേട്ടോ. കാരണം ഇത് ചൂട് വരുമ്പോഴത്തേക്കും മുടിയെല്ലാം ഈ മുല്ലപ്പൂവിൽ പിടിച്ചിരിക്കും. പിന്നെ മുല്ലപ്പൂ റിലീസ് ചെയ്യണമെങ്കിൽ മുടികളൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ടിട്ട് അധികമൊന്നും ചൂടാറില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ചൂടും, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നോട് പലരും പറഞ്ഞു മുടി പെട്ടെന്ന് പെട്ടെന്ന് കെട്ട് പണഞ്ഞു പോകുന്നു, ഫ്രീസി ആയി പോകുന്നു. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പല കാരണങ്ങളുണ്ട് ഫ്രീസി ആവാനായിട്ട്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും തലമുടിക്ക് നാച്ചുറലായിട്ടുള്ള ഓയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഓയിൽ നഷ്ടപ്പെടുമ്പോഴാണ് കൂടുതലായിട്ടും നമുക്ക് ഇതുപോലെ ഈ ഫ്രീസി ഹെയർ ആയിട്ട് മാറുന്നത്. അത് പല രീതിയിലായിരിക്കാം ഈ നാച്ചുറലായിട്ടുള്ള ഓയിലൊക്കെ നഷ്ടപ്പെടുന്നത്. ഒന്ന്, നമ്മൾ ഈ കെമിക്കൽ ചേർന്നിട്ടുള്ള ഷാമ്പു ഒക്കെ തേക്കുമ്പോൾ നമ്മുടെ ആ ഓയിലൊക്കെ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഹെയർ ഡ്രയർ വെച്ചിട്ട് അല്ലേ, ഡ്രയർ വെച്ചിട്ട് ഡ്രൈ ചെയ്യുമ്പോൾ അപ്പോഴും ഈ സ്വാഭാവികത നഷ്ടപ്പെടും മുടിയുടെ. തലയ്ക്ക് ചൂട് കൂടുതൽ കിട്ടുമ്പോഴും മുടിയുടെ നാച്ചുറലായിട്ടുള്ള ഓയിൽ നഷ്ടപ്പെടും. പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് തല കഴുകുമ്പോഴോ അപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം നമ്മളത് ചെയ്യേണ്ടത് തലയ്ക്ക് കൂടുതൽ ചൂട് കൊടുക്കാതിരിക്കുക, കെമിക്കലായിട്ടുള്ള ഷാമ്പുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതിന് പകരമാണ് ആയുർവേദ ഓരോന്നും പറഞ്ഞു തരുന്നത്. ആയുർവേദ പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തേക്കാൻ പറയുന്നത് കാരണം ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആയുർവേദ പൊടികളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കാൻ പറ്റും. അതുകൊണ്ടിട്ടാണ് ഷാമ്പു സോപ്പൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മുടി പെട്ടെന്ന് നമുക്ക് ഇതുപോലെയുള്ള ഫ്രീസി ഹെയർ ആയിട്ട് കാണപ്പെടും. മനസ്സിലായോ? അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, എപ്പോഴും ഡ്രൈ ആവാതെ നോക്കാം. ഡ്രൈ ആവാതെ നോക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എങ്ങനെ മുടി ഹൈഡ്രേറ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്, എന്നാലും പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അലോവേര ഉണ്ടല്ലോ, അലോവേരയും ഒലിവ് ഓയിലും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. മുടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ പറ്റിയ ടിപ്പാണ് കേട്ടോ. അത് എളുപ്പം നമുക്ക് എടുക്കുകയും ചെയ്യാം. അതായത് ഒലിവ് ഓയിൽ എടുത്തിട്ട് ഞാൻ അലോവേര എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോയിൽ. അത് മുറിച്ചിട്ട് അല്പനേരം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതിൽ മഞ്ഞ ദ്രാവകം പോലെ ഉണ്ട്, അത് പോയിസണാണ്, അത് ചൊറിച്ചിലുണ്ടാക്കും നമുക്ക് അപ്പം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ ആ മഞ്ഞ വെള്ളം മുഴുവനും പോകുന്നവരെ മുക്കി വയ്ക്കുക വെള്ളത്തിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് സൈഡും മുള്ളു പോലെയുള്ള രണ്ട് സൈഡും കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലത്തെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ കഷ്ണം കഷ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് കുറേശ്ശെ നമ്മൾ ആ ഒലിവ് ഓയിൽ ഒരു പാത്രത്തിലോ കയ്യിലോ എടുത്തിട്ട് മുക്കിയിട്ട് തലമുടിയിൽ മുഴുവനും തേക്കുക, തലമുടിയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആഴ്ചയിൽ 2 തവണയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, ഫ്രീസി ഹെയർ ആവില്ല. അപ്പോൾ ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലുള്ള തലയോട്ടിലും മുടിയിലൊക്കെ ഉള്ള ആ ഓയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ക്യൂട്ടിക്കിൾസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യും. അപ്പം മുടി ആണെങ്കിലും അത് അത്രയും നമുക്ക് സ്ട്രോങ് ആയിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ മുടി ഇതുപോലെയുള്ള ചെയ്യുമ്പോഴും നമുക്ക് ഈ ആയുർവേദ പാക്കൊക്കെ പറഞ്ഞല്ലോ, പാക്കായിട്ട് ജെല്ലായിട്ട് സെറം ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. റോസ്മേരി, അതുപോലെ ചെമ്പരത്തി, ഉലുവ, ഇതിൻ്റെയൊക്കെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് തേക്കുന്ന സംഭവമാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ചിടുക. ഇന്നലെ ഞാൻ ബ്രഹ്മിയുടെ പറഞ്ഞു, വെള്ളം തിളപ്പിച്ചിട്ടിട്ട് അത് നമുക്ക് പിറ്റേ ദിവസം സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ തലോട്ടിലും മുടിയിലും തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് 6 മണിക്കൂർ കഴിയുമ്പോൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ മുടിയിലുള്ള ആ ഓയിൽ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഓയിൽ നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ജെല്ലായിട്ട് നമുക്ക് ഉപയോഗിക്കാം, പിന്നെ സെറമായിട്ട് ഉപയോഗിക്കാം, കൂടാതെ ആയുർവേദ പാക്കുകൾ ഉപയോഗിക്കാം. പിന്നെ പപ്പായയുടെ പറഞ്ഞു, പപ്പായ പ്ലസ് ഒലിവ് ഓയിൽ, അതും ഇതുപോലെ മുടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് വളരെയധികം ഉപകാരം.
അതുപോലെ മൈലാഞ്ചി, നെല്ലിക്ക ഇത് മിക്സ് ചെയ്തിട്ട് വെറും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മുടിക്ക് നല്ല ഓയിൽ ഉണ്ടാവും കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ ഇത്തരം ഈ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഗുണം കണ്ടെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം അതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അല്ലാതെ മുടി നോക്കാതിരിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക, ചൂടായ സംഭവങ്ങൾ വെച്ചിട്ട് മുടി ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ കെമിക്കൽ കൂടിയിട്ടുള്ള ഷാമ്പു ചെയ്യുക, കെമിക്കൽ ഡൈ ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുടിക്ക് ഡാമേജ് വരും. അപ്പൊ നമുക്ക് 10 പൈസ പോലും ചെലവില്ലാതെ നമുക്ക്, ഞാൻ എന്നും പറയുന്ന പോലെ, നമുക്ക് ചുറ്റുപാടുമുള്ള ആയുർവേദ ചെടികൾ, ആയുർവേദ പൊടികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മുടിയെ ഭംഗിയായി കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുട്ടകൾ ചേർന്നുള്ള പാക്ക് ഉണ്ട്, കാപ്പിപ്പൊടിയൊക്കെ ചേർന്നിട്ടുള്ള പാക്ക് ഉണ്ട്. അതൊക്കെ വളരെ സൂപ്പറാണ് പാക്ക്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യാം. മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകുമ്പോൾ ആ കൊഴിഞ്ഞു പോകൽ കുറയ്ക്കാൻ സാധിക്കും നമുക്ക് കേട്ടോ. അതുപോലെ വെള്ളം കുടിക്കാൻ ധാരാളം കേട്ടോ. പിന്നെ ഈ അലോവേരയുടെ ജെല്ല് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അലോവേര ജെല്ല് ബെസ്റ്റാണ്. പിന്നെ ഫ്ലാക്സ് സീഡ് കൊണ്ടുള്ള ജെല്ല് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതും കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ ഉലുവ, ഫ്ലാക്സ് സീഡ്, പിന്നെ ഹൈബിസ്കസ്, ഇതിൻ്റെയൊക്കെ സെറവും ജെല്ലും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മുടിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ കിട്ടും. പ്രോട്ടീനായിട്ടും കിട്ടും, മുടിയുടെ വിറ്റാമിൻ കിട്ടും മുടിക്ക് വേണ്ട. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. കൂടാതെ നാച്ചുറലായിട്ടുള്ള ഓയിൽ നമുക്ക് നഷ്ടപ്പെടാതെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചിലവർക്കൊന്നും അറിയില്ല. അപ്പോൾ അവര് എന്ന് വെച്ചാൽ ഒരുപാട് ഓയിൽ അങ്ങനെ തേച്ച് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. ഓയിൽ മുടിക്ക് അധികം വേണ്ട, അത്യാവശ്യത്തിന് തൊട്ടുപിടുത്താം. പിന്നെ നമ്മൾ അവധി ദിവസങ്ങളിൽ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഡേ നമ്മൾ ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും സെറമോ അല്ലെങ്കിൽ താലിയൊക്കെ തേച്ചിട്ട് നമുക്കതൊക്കെ കളയാവുന്നതാണ്. അപ്പോൾ പിന്നെ വൈകുന്നേരങ്ങളിൽ അല്പം ഓയിൽ ചേർത്തിട്ട് മുടി തൊട്ടുപിടുത്തിയിട്ട് നമുക്ക് പിന്നിട്ട് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാം കേട്ടോ. പിന്നിട്ട് കഴിഞ്ഞാൽ മുടി തല്ലിപ്പോകില്ല. അപ്പം അങ്ങനെ കൊഴിഞ്ഞുപോക്ക് കുറയുകയും ചെയ്യും. പിന്നെ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുടി കെട്ടുപണയാതെ ഫ്രീസി ആവാതെയൊക്കെ ഇരിക്കാൻ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് സാധിക്കും. എളുപ്പം നമുക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേക്കുന്ന കാരണം നമുക്കിതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. വല്ലപ്പോഴൊക്കെ തേക്കുമ്പോഴാണ് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത്. അതുപോലെ ചൊറിച്ചിൽ, അലർജി ഉള്ളവർ അല്പനേരം വെച്ചാൽ മതി. അങ്ങനെയുള്ളവർ കറ്റാർവാഴ നോക്കൂ. കറ്റാർവാഴ ചിലവർ അലർജി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഞ്ഞ വെള്ളം അവർക്ക് അറിയില്ലായിരുന്നു. അത് മുറിച്ച ഉടനെ തലയിൽ അപ്ലൈ ചെയ്തപ്പോൾ ചൊറിച്ചിലുണ്ടായതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ആ മഞ്ഞ ദ്രാവകം അത് പോകണം. പോയി കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റ് മതി വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട്. അത് പോയി കഴിഞ്ഞ് തേച്ചോളൂ. അപ്പോൾ പിന്നെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചില സംഭവങ്ങൾ അലർജി ഉണ്ടാവാൻ കാരണം ഇതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കറ്റാർവാഴയൊക്കെ അപ്ലൈ ചെയ്യാൻ മുടി ധാരാളം വളരും. പ്ലസ് ഒലിവ് ഓയിലും കൂടി ഉണ്ടെങ്കിൽ പറയേ വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പാക്കും ഇടാം. കൂടാതെ ഈ പാക്ക് ഇടുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് പിന്നീടായിരിക്കും കിട്ടുന്നത്. മുടിയൊക്കെ നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. കണ്ടോ, എത്ര ഷാമ്പു ഒന്നും തേക്കുന്നില്ല. നമ്മൾ ഈ ആയുർവേദ പൊടികളും അതുപോലെ ജെല്ലും പിന്നെ കറ്റാർവാഴയുടെ ജെല്ല് ഇതൊക്കെയാണ് തേക്കാറ്. പിന്നെ ചെമ്പരത്തി താളി അത് തേക്കും കേട്ടോ. പിന്നെ കൂടാതെ ഈ മൈലാഞ്ചിപ്പൊടി, നെല്ലിക്കപ്പൊടി, ഇരട്ടി മധുരം ഇതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മുടി ഇപ്പോൾ ചില സീസണിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെ ഓരോ സ്റ്റേജസ് ഉണ്ട് മുടിക്ക്. അപ്പോൾ ആ സ്റ്റേജസിൽ പോകേണ്ട മുടി പോകും. പക്ഷെ പോയാലും നമുക്ക് തിരിച്ചു വരും. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എത്ര മുടി വേണമെങ്കിലും പൊക്കോട്ടെ, നമുക്ക് തിരിച്ച് മുടിയെ കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ മുടി പോയി എന്ന് പറഞ്ഞാൽ ആരും സങ്കടപ്പെടണ്ട. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് മരുന്നുകളൊക്കെ അല്ലേ. ആയുർവേദം നമ്മുടെ ചുറ്റുപാടുണ്ട്. അങ്ങനെ കുറേ ചെടികൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ ഉള്ളവർ നഷ്ടപ്പെടുത്താതെ
അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഗൗരവത്തോടു കൂടി എടുക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ എനിക്ക് മെസ്സേജ് വിടാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കും നല്ല റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് മറ്റുള്ളവർക്കും കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് നാളുകളായിട്ടുള്ള മുടി കൊഴിച്ചിൽ നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മുടി നല്ല ടെക്സ്ചർ തന്നെ മാറി എന്ന് പറഞ്ഞു ശാലിനിജി. വളരെയധികം സന്തോഷം കേട്ടോ. അതുപോലെ ശ്രീലക്ഷ്മിജി, ഇവരെല്ലാം ശ്രദ്ധിക്കുക, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. ജയലക്ഷ്മിജി, കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവരെല്ലാം, ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ അവരെല്ലാം അവരോട് പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ. അവർ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്ത് നമ്മുടെ മുടി, എല്ലാവരുടെയും മുടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാം ഇതുപോലെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്ന്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.